ഇന്നൊരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇന്നൊരു 1 കിലോ ചിക്കൻ മേടിച്ചിട്ടുണ്ട്, അത് കറി വെക്കാം. ഇഞ്ചി, വെളുത്തുള്ളി. എത്ര വെളുത്തുള്ളി? ഒരു 10 അല്ലി വെളുത്തുള്ളി. ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി. പിന്നെ ഒരു 2 കപ്പ് ചുവന്നുള്ളി, ഒരു 2-3 സവോള, ഇത്രയെടുത്ത് പച്ചമുളക്, 3 പച്ചമുളക്, കറിവേപ്പില. ഇതാണ് കെട്ടി വെച്ചിരിക്കുന്നത്. ഒഴിച്ചിട്ട് 2 വെച്ച് കഴിഞ്ഞ് ഉള്ളി പിടിച്ച് ചേർക്കുന്നു. ഉള്ളി, കറിവേപ്പില, കറിവേപ്പിലയും കൂടി ചേർക്കും. 5 മിനിറ്റോളം ഇരുന്ന് വാടണം. ഇനി മഞ്ഞപ്പൊടിയും കൂടി ചേർക്കാം. ശേഷം മഞ്ഞപ്പൊടി ഇത് ചേർത്ത് നമുക്ക് അടച്ച് വാടാൻ വയ്ക്കാം. ഇതൊക്കെ 5 മിനിറ്റ് കഴിഞ്ഞ് തക്കാളി, 2 തക്കാളി ഒന്ന് വാണിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ചേർക്കാം. മൂടി വെക്കാം. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം കൂടി ഇട്ട് ഒന്ന് ചൂടാക്കാം. ഇനി ചിക്കൻ ചേർക്കാൻ പോകുന്നത് പുരട്ടി 1/2 മണിക്കൂറായിട്ട് വെച്ചിരുന്ന ചിക്കൻ. വറുക്കാൻ മാറ്റി ഇല്ലടി മുളകൊന്നും ഉണ്ടാക്കാനൊക്കെ ചിക്കൻ വെള്ളം ചേർത്ത് തിളപ്പിച്ചാറിയ വെള്ളം ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് അതിലിരുന്നത് എന്ത് വരട്ടെ. എത്ര നേരം അടച്ചു വെക്കണം? ഒരു 1/2 മണിക്കൂർ അടഞ്ഞിരുന്ന് അത് വേവട്ടെ. നമുക്ക് മൂടി വെക്കാം. മൂടി 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇത് എല്ലാം റെഡിയാക്കിയിട്ട് ഇനി ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കും. എൻ്റെ 1/2 മണിക്കൂർ കഴിഞ്ഞ് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കും. 1/2 മണിക്കൂറിന് ശേഷം ചിക്കനിൽ എല്ലാം മസാലകളൊക്കെ പിടിച്ച് റെഡിയായിരിക്കും. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഇനി അതിന് തേങ്ങാപ്പാൽ പിടിച്ച് കറിയൊന്ന് കുറുകി വരട്ടെ. അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞ് നമുക്ക് തുറന്നു. സ്പൂണ് പെരിഞ്ചീരകവും കുരുമുളകും കൂടി പൊടിച്ചത്. അതെല്ലാം കൂടി ഒന്ന് ഇളക്കി കറിയുണ്ട് തേങ്ങാപ്പാലൊക്കെ പിടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. ഇത് കഴിഞ്ഞ് തുറന്നു. അതിൻ്റെ അകത്തിന് 2 തണ്ട് വേപ്പില കൂടി ചേർത്തേക്കാം. എല്ലാം ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഇച്ചിരി മല്ലിയില ഉള്ളത് കൊണ്ട് അതും കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ്